അപ്പോൾ ഈ വീഡിയോ തീർന്നു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ എത്തും. അപ്പം അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അത് പല കളറുള്ള ഒരു പഞ്ചവർണ്ണ തത്തയായിരുന്നു. ചേട്ടൻ ആലോചിച്ചിട്ട് ഇത് ആരായിരിക്കും? ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു വിഷു കഴിഞ്ഞപ്പോഴത്തേക്കുവേ എനിക്ക് ജലദോഷം പിടിച്ചു. അതുകൊണ്ട് ഞാനിപ്പോൾ ടിഷ്യൂ, ഇൻഹേലറും ഗുളികയും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. ഇന്നലെ തുമ്മി മടുത്തു പോയേ. വേറൊന്നുമല്ല, മുറ്റം ഒന്ന് അടിക്കാൻ ഇറങ്ങിയതാ. ഭയങ്കര പൊടിയായിരുന്നു. പൊടി അടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ തുമ്മൽ തുടങ്ങി. അപ്പം എനിക്ക് തോന്നി ഇത് തന്നെ ജലദോഷം കൊണ്ടേ പോകത്തുള്ളൂ എന്നുള്ള കാര്യം. എനിക്ക് ഡസ്റ്റ് അലർജി തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. പണ്ട് എത്രയൊക്കെ പൊടി അടിച്ചാലും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ വൈകുന്നേരം മുതലേ എനിക്കൊരു അസ്വസ്ഥത തുടങ്ങി. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ബാലൻസും കിട്ടുന്നില്ല. അതാണിപ്പോൾ എൻ്റെ പ്രശ്നം. ബാലൻസ് കിട്ടാതെയാണോ മതിലിൻ്റെ പുറത്തുനിന്ന് ഓർക്ക്. പക്ഷേ ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫോണിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് പെരുത്തി ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, വിഷുവിനിട്ട വീഡിയോയിൽ ഒരുപാട് കമൻറ്റ് വന്നു എന്നുള്ളതാണ്. ഒത്തിരി നാൾ കൂടി ഇത്രയധികം കമൻ്റ് എന്ന് തോന്നിപ്പോകും. ഒത്തിരി കമൻ്റായിരുന്നു. വിഷുവിനിട്ട ഷോർട്ട് വീഡിയോ ഞങ്ങൾ പാട്ട് പാടിയിട്ടതും, പിന്നെ വിഷുവിൻ്റെ ലോങ് വീഡിയോ ഇട്ടിരിക്കുന്നതും. ലോങ് വീഡിയോയിൽ നമ്മൾ വിഷുവിൻ്റെ കണിയൊരുക്കങ്ങളും സദ്യ ഉണ്ടാക്കൽ, സദ്യ എന്ന് പറയാനില്ല, എന്നാലും അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയതും പായസം ഉണ്ടാക്കിയതും എല്ലാം കൂടി ഉൾപ്പെടുത്തിയായിട്ടിരിക്കുന്നത്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ. തൊട്ട് ബാക്കി കിടക്കുന്ന വീഡിയോ ആണ്. ഞാൻ എൻ്റെ സ്ക്രീനിലേക്ക് ആ വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഈ വീഡിയോ തീർന്നു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ എത്തും. അപ്പം അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. എങ്ങനെയുണ്ടായിരുന്നു വിഷു? അടിപൊളി. അതിനകത്ത് വന്ന കമൻറ്റിൽ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് എന്താണെന്നറിയാവോ? നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതാണ്. കാരണം ഇങ്ങനെ ജാതി മത ചിന്തകളൊന്നുമില്ലാതെ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം. ഒരു കമൻറ്റ് വന്നു, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്ന്. ചേട്ടനൊരു കോള് വന്നേ. നമുക്ക് മുട്ടക്കച്ചവടം ഉണ്ട്. നമ്മുടെ കോഴിമുട്ടകളെല്ലാം നമ്മൾ തന്നെ പുഴുങ്ങി തിന്ന് തീർക്കത്തില്ല. അപ്പോൾ അത് വാങ്ങാനായിട്ട് വന്നതാണ്. സ്വന്തം ഉണ്ടാക്കണം. കോഴിക്കൂട്ടിൽ നിന്നുള്ള മുട്ട സ്വന്തം ഞാൻ കടയിൽ നിന്ന് വാങ്ങിയാൽ കഴിക്കുള്ളൂ. വെള്ള മുട്ടയെ വാങ്ങുള്ളൂ. അവിടെ നാടൻ മുട്ട ഇവിടെ കഴിക്കൂല. ഇവിടെ ആരും കഴിക്കൂല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അവൻ കഴിക്കും, കൊച്ചു കഴിക്കും. ഞാനേ ഉള്ളൂ, ഞാൻ കഴിക്കത്തില്ല. എനിക്ക് എന്താ കഴിക്കാൻ തോന്നാറില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് അതാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതുപോലെ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നു. അതിലൊരു കമൻറ്റ് വന്നു, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്ന്. അപ്പം അതിൻ്റെ അടുത്ത് വേറൊരു കമൻറ്റ് വന്നു, അങ്ങനെ ജാതി പറഞ്ഞ് അല്ലെങ്കിൽ ജാതി മതമൊന്നും പറഞ്ഞ് അവരെ വിഷമിപ്പിക്കല്ലേ, അവർ നല്ലൊരു മനുഷ്യരാ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നു. അതിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല. എന്നാലും പറയുവാണ്, നമ്മൾ ക്രിസ്ത്യൻസ് ആണ്, പക്ഷേ നമുക്ക് മനുഷ്യനായിട്ട് ജീവിക്കാൻ ഇഷ്ടം. നമ്മൾ ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനികളുടെ ആഘോഷം മാത്രം നോക്കി നിന്ന്. ചേട്ടൻ പറഞ്ഞല്ലോ, ചേട്ടൻ വിഷുവിന് കൂട്ടുകാരുടെ വീട്ടിൽ പോയി പായസം കുടിക്കാറുണ്ട്. കൂട്ടുകാരെല്ലാവരും അതുപോലെ പെസഹായ്ക്കൊക്കെ ഹിന്ദുസ് ഫ്രണ്ട്സ് ആണെങ്കിൽ പെസഹായുടെ അന്നൊക്കെ വീട്ടിൽ കൂടെ വന്നൊക്കെ അപ്പം മുറിച്ച് കഴിക്കാറുണ്ട്. എല്ലാ വീട്ടിലും ഇങ്ങനെ. പിന്നെ അതുപോലെ നമ്മൾ വീഡിയോസ് കാണാൻ മേലെ ഇങ്ങനെ പെരുന്നാളിനൊക്കെ ബിരിയാണിയും കോഴിക്കറിയൊക്കെ ആയിട്ട് വരുന്ന അടുത്ത വീട്ടുകാർ വരുന്ന കാത്തിരിക്കുന്നവരെയൊക്കെ. അപ്പം നമ്മൾ കേരളമാണ്. ഞങ്ങൾ ഇത് തറവാട്ടിലെ തൊട്ടടുത്തൊരു മുസ്ലിമിൻ്റെ ഉണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ ഇത് അവരുടെ പ്രധാനപ്പെട്ട പെരുന്നാളിനെല്ലാം നമുക്ക് പത്തിരി ഇറച്ചി വീട്ടിൽ കൊണ്ട് തരും. അതിനൊക്കെ ഇവിടെ ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെ എല്ലാ ക്രിസ്മസിന് കേക്ക് കൊണ്ട് കൊടുക്കും. അവർ വരികയും ചെയ്യും, വീട്ടിൽ വരികയും ചെയ്യും. അങ്ങനെ ഒരു ജീവിതമായിരുന്നു അന്ന് ഞങ്ങൾ നെയ്ശ്ശേരിയിൽ. അത് കഴിഞ്ഞ് പിന്നെ സൗദിക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പിന്നെ അത് അങ്ങനെയായി. എന്ന് വെച്ചാൽ അവിടെ എന്താ ആഘോഷമുണ്ട് എല്ലാവരും പോലെ.
എല്ലാവരും കൂടെ അല്ല ഒരാൾ മാറിയിരിക്കില്ല, ഓ ഞാൻ ഹിന്ദു ആണല്ലോ അങ്ങ് മാറിക്കാം, അല്ല അങ്ങനെയൊന്നുമില്ല. അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമില്ല. അവിടെ എല്ലാവരും ഒരൊറ്റ ഇത്. ഒരാൾ ഇത് സാമ്പാറുണ്ടാക്കുന്നു, അവിയലുണ്ടാക്കുന്നു, അറിയാവുന്ന പണികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു. ഒരാൾ ഇത് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുന്നു. അങ്ങനെ എല്ലാ കൂട്ടവും നല്ല രീതിയിൽ ഞങ്ങളവിടെ ഒരു 14 കൊല്ലം പക്ഷെ അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഇപ്പം അങ്ങനെ ഒരു രസം. എല്ലാവരും ഇത് കൂടണം, എല്ലാം ആഘോഷിക്കണം എന്നൊരു ഇത്. അല്ല അവിടെ ജാതിക മതമൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇതിൽ ഓടുന്നതെല്ലാം ഒരൊറ്റ ബ്ലഡാണ്. സൗദിയിൽ വെച്ച ചേട്ടന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഒരാൾ ശ്രീശരൻ എന്ന് പറഞ്ഞ ചേട്ടൻ കണ്ണൂരുള്ളതാണ്, ഹിന്ദു ചേട്ടനാ. പിന്നെ ഒരാൾ നാസർ എന്ന് പറഞ്ഞ ചേട്ടൻ വയനാടുള്ളത്, അഷറഫ് എന്ന് പറഞ്ഞ വേറൊരു ചേട്ടൻ മഞ്ചേരിയിലുള്ളത്. പിന്നെ ഒരു ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് തിരുവല്ല, എവിടെയാ, പത്തനംതിട്ട. അങ്ങനെ ഇവരെല്ലാവരും അങ്ങനെ ജാതി മതമൊന്നും നോക്കിയല്ലോ ഫ്രണ്ട്ഷിപ്പ്. അപ്പം ആഘോഷിക്കുമ്പോൾ എല്ലാ ആഘോഷങ്ങളും അങ്ങ് ആഘോഷിക്കണം. ഇപ്പം കൃഷ്ണനോട് പ്രാർത്ഥിച്ചാലും യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും ഒക്കെ കാര്യം സാധിക്കുന്നുണ്ടല്ലോ. അവർ നമ്മുടെ കാര്യം നടത്തി തരുന്നുണ്ടല്ലോ. അപ്പം അത് നമുക്ക് ഈ ആഘോഷങ്ങളൊക്കെ ഒരു കൂട്ടർക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ആഘോഷിക്കാനുള്ള ആഘോഷങ്ങൾ എപ്പോഴും സന്തോഷം തരുന്നത്. നമ്മൾ നമ്മുടെ സന്തോഷം നോക്കിയാൽ മതി. പിന്നെ ഇത് തന്നെ നമ്മൾ ആൻസിനെ അങ്ങ് കാണിച്ചു കൊടുത്ത് വളർത്തുമ്പോൾ പിന്നെ ഒരു ജാതി സ്പിരിറ്റ് ഒന്നും വരാതെയൊക്കെ എല്ലാ ആഘോഷവും ഒരുപോലെയാന്നൊക്കെ അടുത്ത തലമുറയെ പഠിപ്പിക്കുവാണെങ്കിൽ അവരെങ്കിലും നല്ലതായിട്ടൊക്കെ അങ്ങ് വളരട്ടെ എന്നേ. നമ്മളതുപോലെയുള്ള കാലഘട്ടത്തിലല്ലേ വളർന്നത്, എല്ലാം നല്ല കാലഘട്ടത്തിലല്ലേ വളർന്നത്. അപ്പോൾ അടുത്ത തലമുറ ഇതൊക്കെ കാണട്ടെ. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ മൊബൈലും നോക്കി ഇങ്ങനെ ആരുടെ മുഖത്ത് പോലും നോക്കാതെ അടുത്ത വീട്ടുകാരെയോ അടുത്ത കൂട്ടുകാരെയോ ഒന്നും കാണാതെ വളരുമല്ലേ. അപ്പം ഇങ്ങനെയെങ്കിലും ആഘോഷങ്ങളുണ്ട്, ഇതെല്ലാം നമുക്കും കൂടി ആഘോഷിക്കാനുള്ളതാണെന്നൊക്കെ അടുത്ത തലമുറയൊന്ന് അറിഞ്ഞു വളരട്ടെ. അതായിരിക്കുമല്ലോ ഏറ്റവും നല്ലത്. പറ. അല്ല ശരിയത്. ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് മൊബൈലിലാണ് കൂടുതലും. അത് കുറച്ച് മാറ്റിയെടുക്കുക, ഫുള്ളായിട്ട് മാറ്റിയെടുക്കാൻ അറിയാൻ സാധിക്കും. ഇപ്പോഴത്തെ കാലത്തിലൊക്കെ ഉപഭോക്തം അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരും മനുഷ്യരാണ്, അത് മതി അല്ലേ. പിന്നെ ഓരോരുത്തർക്ക് അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട്, അത് അവരുടെ വിശ്വാസമൊക്കെ ആയിട്ട് പോയിക്കോട്ടെ. അവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കുക, നമ്മുടെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ മറ്റു വിശ്വാസങ്ങളെയും ബഹുമാനിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്ന അത്രയേ ഉള്ളൂ. ഞാൻ വർക്ക് ചെയ്യണ ഒരു മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. പക്ഷെ നമ്മളെല്ലാം ആഘോഷിക്കാറുണ്ട്. പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്നവർ കൂടുതലും മറ്റു മതസ്ഥരാണ്, അല്ലാതെ മുസ്ലിംസ് മാത്രമൊന്നുമല്ല. പഠിക്കാൻ വരുന്ന കുട്ടികളാണെങ്കിലും അങ്ങനെയാണ്. അപ്പം അതിലൊന്നൊരു കാര്യമില്ല, നമ്മളൊക്കെ മനുഷ്യരാ, അത്രയേ ഉള്ളൂ കാര്യം. വിദ്യാഭ്യാസത്തിൽ ജാതി മതം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ചോരയുടെ യാതൊരു വേർതിരിവും ഇല്ല. നമ്മുടെ കാഴ്ചപ്പാടുകളിലൊരു നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയാൽ നമ്മൾ എടുത്ത അതേ ഡ്രസ്സ് തന്നെ മറ്റ് എല്ലാവരും എടുക്കാറില്ല, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വീഡിയോ എടുക്കാൻ നോർത്തോണ്ടായിരുന്നേ. അത് ആൻസിന് ഈ അവധിക്കാലത്തൊന്നും അങ്ങനെ കിട്ടത്തില്ല. ഇതിപ്പോ പകുതിയുള്ളോ? മടിയിലൊന്നും ഇരിക്കാൻ വന്നേക്കരുത്. ശിവൻ തന്നെ പോയി, കൂട്ടുകാരൻ തന്നെ വീണ എന്നെ ചിരിക്കണോ? അത് പാടില്ല. പൊന്നു വാഴത്തൈ കൊണ്ട് ഇങ്ങനെ നടക്കും. വിഷ്ണു ഗ്രാമ്പ കണ്ണ് കാണാൻ വരാം, ചെവി മാത്രം കേൾക്കാം. ഗ്രാൻപയ്ക്ക് ചെവി മൂകനുമായിരുന്നു. ഗ്രാൻപയ്ക്ക് ചെവി കേൾക്കാൻ പാടില്ല, കണ്ണ് കാണും. പുള്ളല്ലാത്ത എന്റെ ചെങ്ങാലെറിയനല്ലേ നോക്കട്ടെ, ചെങ്ങാലെറിയനല്ല. അപ്പതാ ഇവിടെ ഒരു ചെങ്ങാലേറിയൻ വന്നിട്ട്, ചെങ്ങാലേറിയനാന്ന് തോന്നണേ, ഒരു പക്ഷി. ആദ്യം പ്ലാവിന്റെ ചോട്ടി വന്നിരുന്നിട്ട് കൊറേ നേരം കോഴിക്കൂട്ടിലേക്കൊക്കെ നോക്കിയിരുന്നിട്ട് പ്രാണിനെ കണ്ടു. പ്രാണിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ അതതിന്റെ പ്ലാവിന്റെ ചോട്ടിലേക്കാ പോയത്. കാര്യം പറഞ്ഞു അത് അങ്ങനെ നിന്ന് കാണുമ്പോ അതിന് മനസ്സിലാവില്ല ഇന്ന പ്രാണി കൊണ്ടത്. അപ്പൊ ഒറ്റ വരവാണ് സംഗതി.
ഒരു സെക്കൻഡും കൊണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നേ. അവന്റെ കാലിന് തന്നെ പറ്റി ചട്ടി ചട്ടി നടക്കണം. ഇതിൻ്റെ ഇപ്പതാ ചെറുപ്പ പോണവൻ ഏയ് ആടാ. കോഴികളല്ലാടാ കൊക്കൊക്കൊക്കൊക്കൊക്കൊക്കെ അത് പറന്നു കഴിഞ്ഞപ്പോഴാ. അത് ചിറക് വലിച്ചപ്പോ എന്ത് വലുതായിരുന്നല്ലേ എന്നത് ആ പക്ഷി. ഇരിക്കണ ഇച്ചിരേ ഉള്ളു. കിട്ടിയാർന്നീ വളക്കാറുന്ന ഒരു ഉമ്മയും കൊടുക്കാറുണ്ട്. പിന്നെ ചെങ്ങാലി എറിയനാന്നും പറഞ്ഞോണ്ടോ? ചെങ്ങാലിയറിയാണോ? എനിക്ക് അന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാൻ ഈ ചെങ്ങാലെറിയനെ അടുത്തൊന്നും കണ്ടിട്ടില്ല. ചെങ്ങാലിയറിയാൻ അങ്ങനെയല്ല. മേലൊക്കെ പുഴുക്കുത്തുണ്ടല്ലോ. ഉണ്ടോ? ആ ഇവിടെ ഒക്കെ ഇവിടെ കൊണ്ട് ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടാ പക്ഷികളെയൊക്കെ വളർക്കണത്. ഞാനാണെങ്കിലില്ലേ ഒരു പക്ഷീനെ വളർത്തുവാന്നും പറഞ്ഞിട്ട് ഞാൻ സ്വപ്നമൊക്കെ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അത് പല കളറുള്ള ഒരു പഞ്ചവർണ്ണ തത്തയായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ചാരക്കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങാനായിട്ട് പോയപ്പം അവിടെ ഉണ്ട് ഇങ്ങനെ പെറ്റ്സ് ബേർഡ്സ്. ഈ പഞ്ചവർണ്ണ തത്ത പോലത്തെ കിളികളൊക്കെ ഉണ്ട്. അതിലൊരു കുഞ്ഞു കിളിയെ ഒത്തിരി വർത്താനം പറഞ്ഞു. ഹലോ എന്നിപ്പോൾ വലുതായിട്ട് കരഞ്ഞോണ്ടിരുന്ന അടുത്ത് തന്നെ ഹലോ. 6000 രൂപ. ആ ഫ്രണ്ട് കിടന്ന ഒരു ഇത് കണ്ടില്ലേ? അലങ്കാര കോഴി. അലങ്കാര കോഴിയല്ല, കോഴിയല്ല, വേറെ സൈസാ. ആ കയറി ചെല്ലുമ്പോൾ ഇടതുവശത്ത് ആദ്യം കാണുന്നേ. അതിന്റെ വില എത്ര? 20,000 രൂപ. അത് കോഴിയാ? അത് കോഴിയല്ല, വേറെ എന്തോ ഇതാ. ജിസ് വില ചോദിച്ചത് 20,000 രൂപ. ഒരു 10-15 കൊല്ലത്തിൽ കൂടുതൽ ഇരിക്കൂല, ചത്തുപോകൂല. ഓ അതിന്റെ അത്ര 20,000 രൂപ മുടക്കിയുള്ള ആവശ്യമൊന്നും. പിന്നെ ഒരു തത്തനെ കിട്ടുന്നത് 6,000 10,000 കൊടുക്കണം. അല്ല ചുമ്മാ 500 രൂപ കൊണ്ട് 500 രൂപ കൊണ്ട് ചെന്ന് കിട്ടുമൊന്നുമില്ല. 6,000 എന്തോ ഉറപ്പ് അല്ല, എന്തോ ഉറപ്പുണ്ട് 6,000 നമ്മൾ കൊടുത്ത് മേടിച്ചു തോന്നുന്നു. അതിന് പ്രത്യേക ആഹാരം അല്ല. നമ്മൾ ചുമ്മാ ഫ്രൂട്ട്സ് കൊടുത്താൽ മതി. പ്രത്യേകിച്ചൊന്നും കൊടുക്കണ്ട. എനിക്ക് പക്ഷെ ഇഷ്ടമാ. മേടിച്ചോ നോക്കിക്കോ. എനിക്ക് പഞ്ചവർണ്ണക്കിളി എവിടെന്നെങ്കിലും പറന്നു വന്ന് കയ്യിലിരുന്നായിരുന്നെങ്കിൽ. അത് കൊള്ളാം. ഓ എന്തൊരാഗ്രഹം എന്നറിയോ. ഉണ്ടായിരുന്ന പ്രാവ് പറന്നും പോയി. അത് സത്യമാണ്. അതൊരു പോക്കാ പോയത്. ബുദ്ധി ഈ അല്ല ഈ റോക്ക് അല്ല ഈ മിസൈൽ അത്രയും സ്പീഡിൽ പോകില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നടക്കാൻ വയ്യാത്തന്നെ എടുത്തോണ്ട് ഒന്ന് കൂട്ടിയിട്ട് ഓക്കെ ആക്കിയത്. അതുകൊണ്ട് അത് വല്ലയിടത്തോടും പോയി ജീവിക്കട്ടെ, ആശ്വസിക്കുക. ഈ മനുഷ്യന് മാത്രം ജാതി മുതലുള്ളൂ, പക്ഷികൾക്കില്ല, മൃഗങ്ങൾക്കില്ല അല്ലേ? അവർക്കൊന്നും അങ്ങനെ ഇല്ലല്ലോ. അവരൊക്കെ എവിടെയെങ്കിലൊക്കെ ജീവിക്കുന്നു. അവരൊന്നിനും വേണ്ടി തർക്കം ഉണ്ടാകാറില്ല, വഴക്കുണ്ടാക്കാറില്ല. എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോകും. എന്ത് രസമാ അവരുടെയൊക്കെ ജീവിതം. പക്ഷെ അവരെ ഓർക്കുമ്പോൾ നമ്മളായിരിക്കും സുഖമായിട്ട് ജീവിക്കണേന്നായിരിക്കും. എത്ര പേരെ പേടിച്ചാ അവര് ജീവിക്കണം. മനുഷ്യന്മാരെ പേടിക്കണം, ഇടിയും മിന്നലും ഉണ്ടാവുമ്പോ പേടിച്ചു വരച്ചിരിക്കണം അല്ലേ? ഞാനീ മറിഞ്ഞു വീഴാതിരിക്കാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം കേട്ടോ. എന്നാൾ കഴിഞ്ഞ ദിവസം കമന്റ് വന്നായിരുന്നു, ചേട്ടന്റെ കൈ പിടിച്ചേക്കണം എന്തിനാണ്. ചേട്ടന്റെ കാലി പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കൈ പിടിച്ചു. ഇങ്ങനെ പുറകോട്ടെങ്ങാനും വീണാലോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കയറി പിടിക്കണേ. കാരണം ഇത്ര വീതിയുള്ളത്, വീതി കുറവാ, ഒരു കൈപ്പത്തിയുടെ വീതിയേ ഉള്ളു. അപ്പൊ അതിന്റെ അടിയിൽ വേറൊരാൾ കമന്റ് ഇട്ടേക്കോ, ഭർത്താവിന്റെ കയ്യിലല്ലേ പിടിച്ച, വേറെ ആരുമല്ലല്ലോ. എന്നാണ് നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് അതുപോലെ എന്തെങ്കിലും വന്നാൽ നമ്മളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് നിൽക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ കമൻസ് ഒക്കെ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കമൻസ് ഒക്കെ വരുമ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, നമ്മളെ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല, കാണുമെന്ന് പോലെ അറിയാൻ പാടില്ല, എന്നിട്ടും നമ്മളെ ഇഷ്ടപ്പെടാൻ എന്തോരം ആൾക്കാരാന്നുള്ള കാര്യം. ചേട്ടന് അങ്ങനെ തോന്നിയിട്ടില്ലേ? ഇന്നലെ നമ്മൾ വൈകിട്ട് മുതലക്കുടം പള്ളിയിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. അതിൽ ആദ്യം കണ്ടു. അപ്പോൾ ചേട്ടനാണ് ഈ കാലിന് മുട്ടുവേദന ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ചേട്ടൻ ഇന്നലെ പള്ളിയിൽ പോയി മുട്ടയെ കുത്തി ഇരിക്കാൻ പോയത് ടപ്പുകയെന്ന് പറച്ചേട്ട് മുട്ട് പോയി ഇടിച്ചു. എന്നിട്ട് ചേട്ടൻ തിരിച്ചു നടന്നപ്പോൾ ചെറുതായിട്ട് ചട്ടിയായിരുന്നു. അപ്പോൾ ഒരു വെണ്ണി നോക്കി ചേട്ടൻ്റെ കാലിൽ തന്നെ പറ്റിയെന്ന്. ചേട്ടനാണ് ഈ കണ്ണും വായും പൊഴിക്കും. ഇത് ആരപ്പാ ചേട്ടൻ ആലോചിച്ചിട്ട് ഇത് ആരായിരിക്കും.
അന്നേരം പറഞ്ഞ സബ്സ്ക്രൈബറാന്ന് ചേട്ടൻ്റെ ആലോചന കണ്ടിട്ടാന്ന് തോന്നുന്നു പറഞ്ഞു. അന്നേരം പറയാം ചേട്ടൻ ഇന്ന സ്ഥലത്ത് വരാറില്ല, ഞാൻ കാണാറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ നമ്മളെ കണ്ടില്ലെങ്കിലും നമ്മളോട് മിണ്ടിയില്ലെങ്കിലും നമ്മളെ അറിയുന്ന എത്രയോ ആൾക്കാരെ ചുറ്റുപാടുള്ളത്. ഒത്തിരി ആൾക്കാരുണ്ട്. സന്തോഷമുണ്ട് ഇതൊക്കെ കാണുമ്പോ. ചേട്ടൻ പറയാ ഇനിയാണ് തലമുടിയൊക്കെ വെക്കാൻ പോവാന്ന്. ചേട്ടന് തല കണ്ട ആൾക്കാരെ ഐഡന്റിഫൈ. മലയാറ്റൂര് പോയപ്പോഴാണെങ്കിലും അതെ, എന്നെ കണ്ടാല് എന്നോട് കമന്റ് എന്നെ കണ്ടാല് വീഡിയോക്കകത്തൊക്കെ ഭയങ്കര വണ്ണം തോന്നും. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഞാനാള് ചെറുതായിരിക്കും, ഹൈറ്റും ഇല്ല, വണ്ണം ഉണ്ടായാലും ഓവർ വണ്ണമൊന്നുമില്ല. വീഡിയോയിൽ കാണുന്ന അത്ര മുഴുത്ത ആളല്ല ഞാൻ. അപ്പം ഞാൻ അപ്പോൾ അവിടെ കണ്ട നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു, ആൻസിനെ കണ്ടപ്പോൾ മനസ്സിലായി, പിന്നെ ചേട്ടനെ കണ്ടപ്പോൾ മനസ്സിലായി. ചേട്ടനെ കണ്ടപ്പം ഇങ്ങനെ വിന്ദു സ്ട്രീംസ് ആണോന്ന് തോന്നി. അപ്പം ചേട്ടൻ്റെ കയ്യിൽ നമ്മുടെ ഈ മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ തീർച്ചപ്പെടുത്തി, നിങ്ങളാന്ന് തീർച്ചപ്പെടുത്തി എന്ന് പറഞ്ഞേ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എന്നെ കണ്ട തോന്നൂല്ല വീഡിയോയിലുള്ള. അന്നേരം പറഞ്ഞു അങ്ങനെയല്ല, വീഡിയോയിൽ അത്രയും വണ്ണമൊന്നും തോന്നത്തില്ല, ആള് ചെറുതാന്ന് എന്നോട് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ എന്തൊരാശ്വാസമായി. അപ്പൊ ചേട്ടനെ കാണുമ്പോഴാണ് ആൾക്കാരെല്ലാരും തിരിച്ചറിയുന്നത്. അപ്പൊ ഈ തലമുടി, ഈ ബുൾഗാൻ, ഈ ഹെയർ സ്റ്റൈല്, പിന്നെ ഈ സ്റ്റൈലൊക്കെ ആൾക്കാർ പെട്ടെന്ന് തിരിച്ചറിയാം. എന്നെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോയിൽ ഭയങ്കര വണ്ണം തോന്നുന്നുണ്ട്, നേരിട്ട് കാണുമ്പോൾ ഇതാണോ അത് എന്നൊരു ഡൗട്ട് തോന്നും. അതുപോലെ എനിക്ക് മനസ്സിലാച്ച ജിജി മാരിയോ എന്ന് പറഞ്ഞ ചേച്ചി അവിടെ അവരുടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ടുണ്ടായിരുന്നു, അച്ചാർ കട ഉണ്ടായിരുന്നു ചേച്ചിയുടെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ചേച്ചി ഇതുപോലെ വീഡിയോയിൽ കാണുമ്പോൾ ആ ചേച്ചിനെ ഒരു വലിയ ചേച്ചിയായിട്ടാണ് ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ കടയിൽ ചെന്ന ചേച്ചിയുടെ അടുത്തുനിന്ന് ആ ചേച്ചി എന്നെക്കാളും ഹൈറ്റ് കുറവ്, ചെറിയൊരു ചേച്ചി. ഞാൻ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ചെറിയൊരു ചേച്ചിയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന അത്രയും മുഴുപ്പൊന്നും നമ്മളെ നേരിട്ട് കാണുമ്പോഴൊന്നും ഇല്ല കേട്ടോ. വീഡിയോയിൽ കുറച്ച്, പ്രത്യേകിച്ച് ഇങ്ങനെ എടുക്കുന്ന വീഡിയോയിൽ, ഈ ഒരു രീതിയിൽ എടുക്കുന്ന വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടെ വണ്ണം തോന്നും. പക്ഷെ നമ്മളെ ഇങ്ങനെ മൊബൈൽ വെച്ചിട്ട് എടുക്കുന്ന ഷോർട്സ്, റീൽസൊക്കെ പോലുള്ള അത്രയും വണ്ണം തോന്നത്തില്ല. പിന്നെ വെച്ചാൽ മൊബൈലിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുമല്ലേ, അപ്പം നമ്മൾ വലിയൊരാളായിട്ട് തോന്നും, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ വെളിയിലൊക്കെ വെച്ച് കാണുമ്പം അവർ വന്ന് മിണ്ടുമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വീഡിയോയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ. കഴിഞ്ഞ ദിവസം ക്രിസ്റ്റലിൽ പോയപ്പോൾ അവിടെ വെച്ചൊരു ഉമ്മ വന്നിട്ട് നമ്മളോട് മിണ്ടിയിട്ടുണ്ടായിരുന്നു, ഒരു പർദ്ദയൊക്കെ ഇട്ട്. ഞാൻ വീഡിയോ കാണാറുണ്ട്. മാർത്തോമയെന്നാണ് വരുന്നത്, തൊടുപുഴ മാർത്തോമയെന്നാണ് വരുന്നത്. കുഞ്ഞുങ്ങളെല്ലാം വെള്ളം കുടിക്കാറിഞ്ഞ വന്നതാണോ? താറാക്കുഞ്ഞുങ്ങളെല്ലാവരും വിറകിൻ്റെ അടിയിലേക്ക് കയറിപ്പോയി ചങ്ങാലേറിയാൻ വന്നപ്പം. അത് എപ്പോഴും അവിടെ പോയി കിടക്കാറുണ്ട്. പിന്നെ എന്തായാലും ഒരു സൗണ്ട് കേട്ട് നമ്മുടെ പൂവന്മാരെല്ലാം നിന്ന് കൊക്കും. അത് കേട്ട് പെടകളും ബഹളം വയ്ക്കും. ഇനി ഒരു 3-4 ഗിനിക്കോഴീനെ കൂടെ വാങ്ങിച്ചു വിടണമെന്ന് ആഗ്രഹമുണ്ട്. ഗിനി ഈ പാമ്പൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഗിനി സൂപ്പറാ, ഓടിച്ചോളും. പേടിയില്ല. മറ്റേ നമ്മുടെ കോഴികൾ പേടിച്ച് മാറി നിൽക്കും, പക്ഷെ ഗിനിക്കോഴികൾ പേടിക്കത്തില്ല. അതും ഒരു ഇതാണ്. അപ്പം ഇന്നൊരു മഴയ്ക്കുള്ള ചാൻസസ് ഒക്കെ കാണുന്നുണ്ട്. നല്ല ചൂടാ, ഭയങ്കര ചൂടാണ്. ചൂടാണ്, രക്ഷയില്ല. ഭയങ്കര ചൂടൊന്നും ഇപ്പോൾ 3-4 ദിവസമായിട്ട്. ഞാൻ ആ കട്ടിലേക്ക് കിടന്ന് പാതിരാത്രി മൂവി കാണായിരുന്നു. ജനലൊക്കെ തുറന്നിട്ടായിരുന്നു, ഫാനും ഇട്ട്. പക്ഷെ എൻ്റെ കാലൊക്കെ അങ്ങ് പൊള്ളുമായിരുന്നു. ഞാൻ ഉറങ്ങിയൊന്നുമില്ല, ജലദോഷത്തിൻ്റെ ഒരു ഇതും കൂടെ. ആ സാധനം എവിടെയാ ചേട്ടാ ഞാൻ കൊണ്ടുവച്ചത്? അങ്ങോട്ട് മറിഞ്ഞു വീണാ? ആ മൂക്ക് ചുറ്റണേ എവിടെ കൊണ്ട് വെച്ചു ചേട്ടാ? മുട്ട എടുക്കാൻ പോയപ്പോ അവിടെ എവിടെയെങ്കിലും വെച്ചോ? ആ ശരിയാ ചേട്ടാ. അതിൻ്റെ ഇടയ്ക്ക് മുട്ട കച്ചവടത്തിന് പോയായിരുന്നു. നാടൻ കോഴിമുട്ടകൾ വിൽപ്പനയ്ക്ക്. ജാക്സൺ ജോൺ എൻ്റെ വീട്ടിൽ നിന്നു. ഗുണമുള്ള മുട്ടയാ. ആ മറ്റേ കൂവത്തിനകത്ത് പെടയില്ലെങ്കിൽ നമുക്ക് ആ മുട്ട പറക്കി അപ്പുറത്തേക്ക് വെച്ചാലോ? അവളാതേക്ക് പോവോ? ഈ വല്ല കാലത്ത് വന്നിരുന്ന മുട്ടയ്ക്ക് കിട്ടോ? ഇപ്പം ഇരിപ്പുണ്ടോ? ആ ഓ, ഇനിയിപ്പോൾ ഈ ജലദോഷം ഒന്ന് മാറ്റിയെടുക്കണം. ഇന്നലെ മിറ്റം അടിച്ചതാ, ഇന്ന് വീണ്ടും ആയി. പക്ഷെ അതൊന്ന് കൂട്ടിയിടണം. കൂട്ടിയിട്ട് ഇവിടെ ഇട്ട് കത്തിക്കുക, അതാ നല്ലത്. ഇങ്ങോട്ട് വാരി ഇട്ടാലും അവിടെ ഇതാവും. സമയം 4:17.
എത്ര ദിവസമായി ലഞ്ചിട്ട് നിങ്ങൾ ജപ്പാൻ വെള്ളം വന്നിട്ടുണ്ട്. അടുത്ത വീട്ടിൽ ജപ്പാൻ വെള്ളം. അപ്പോൾ ആ വെള്ളം എടുത്ത് അവിടെ ഒത്തിരി ഉപയോഗമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. കോഴിത്തീറ്റ വാങ്ങാൻ പോണില്ലേ? തീറ്റ വാങ്ങാൻ പോകണം. അത് പിന്നെ ഇത് മറ്റേ ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇത് മുട്ടക്കോഴിയുടെ ഇതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഞാൻ അതാണോ ഇനി മുട്ട പറഞ്ഞ അതിനാ ഗ്രോവർ? പിന്നെ അതങ്ങനെ ഗ്രോവർ എന്ന് വെച്ചാൽ ഇവര് ശരീരം വളരുമല്ലേ ഉള്ളു. മുട്ടക്കോഴി തീറ്റ ആകുമ്പോഴല്ലേ. ഇന്ന് ഇന്നലൊക്കെ ഇച്ചിരി കാണുള്ളൂ. അതൊക്കെ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിഷു വിശേഷങ്ങള്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെങ്ങാലേറിയും വന്നു പോയി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മുട്ടക്കച്ചവടം നടത്തി. അതിൻ്റെ ഇടയ്ക്ക് മുട്ടക്കച്ചവടം നടത്തി. അതിൻ്റെ ഇടയ്ക്ക് ആൻസ് ഒന്ന് വന്നിട്ട് പോയി. വെള്ളം കുടിക്കാനെങ്ങാണ്ട് വന്ന ചൂടല്ലേ, തണുത്ത വെള്ളം. ബോളെടുക്കാൻ പിള്ളേർ വന്ന് കളിക്കാൻ. ഈ വാഴത്തോട്ടത്തിലാണ് കളിക്കണേ. അപ്പൊ പിന്നെ എനിക്ക് പണികൾ കുറച്ച് കിടക്കുവാ. ഞാനിങ്ങനെ അന്തരീക്ഷത്തിക്കൂടെ ഇങ്ങനെ പാറി നടക്കുമ്പോൾ എനിക്ക് വെയിറ്റ് തോന്നണില്ല. ജലദോഷത്തിന്റെ ആണോ? ജലദോഷത്തിന്റെ പായസം ഉണ്ടാക്കിയെങ്കിൽ ഒരു ഗ്ലാസ് പോലും ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. ജലദോഷം പിടിച്ചു. അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയും ചെയ്തു. ഇനിയിപ്പൊ തണുത്തത് കുടിച്ചെന്താവൂ? ഫ്രിഡ്ജിലാണെങ്കിൽ 1 കിലോയുടെ ഒരു ഐസ്ക്രീം ഇരിപ്പുണ്ട്. ഇതൊക്കെ കണ്ട അതിരിച്ചാലോ അതിനടുത്തുള്ളൂ. ഇതൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇരിക്കുക. നിങ്ങൾക്കറിയാവോ, എൻ്റെ അവസ്ഥ വളരെ പരിതാപകര. സിട്രസൻ തീർന്നു. എന്താണേലും കടയിൽ പോകണം, സിട്രസൻ വാങ്ങണം, ഒരു മെഫ്താള് വാങ്ങണം, പിന്നെ ഒന്നും വാങ്ങാൻ എനിക്കില്ല. ചൂടത്ത് ഞാൻ എങ്ങനെ തല കഴുകി കുളിക്കും? സിട്രസൻ തീർന്നെന്ന് ഇപ്പോഴെന്നെ മനസ്സിലായത്. അവനല്ല എനിക്ക് എടുത്തു തന്നെ. അവസാനത്തെ സിട്രസൻ എടുത്ത് തന്നപ്പോൾ പറയാം ഇത് തീർന്നിട്ടോ. പിന്നെ ഈ ചൂടത്ത് കുളിക്കാതിരിക്കുന്ന എങ്ങനെ? ബാസ്ക്യൂ കോഴീനെയൊക്കെ കണ്ടിങ്ങനെ കിടക്കുവാണ്. ബാസ്ക്യൂ ഓ സിനിമയിലെ പട്ടി പോലെയുണ്ട് അപ്പോൾ കാണാൻ. ആ കിടപ്പുണ്ടോ, സിംഹം കിടക്കും പോലെ. എല്ലാവരെയും അംഗീകരിച്ച, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണ ഒരു ചേട്ടനെ കിട്ടിയതിൽ ഒത്തിരി സന്തോഷം എന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബാസ്ക്യൂവിനെ വരെ സ്നേഹിച്ച, എല്ലാവരെയും അംഗീകരിച്ച. ഞാനിപ്പോൾ ആ വീട്ടിൽ താമസിച്ചിട്ട് ഈ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് വലിയ ഒരു മാറ്റവും ഇല്ല. ഞാൻ എങ്ങനെയാണോ അപ്പുറത്ത് ജീവിച്ചത് അതുപോലെയാണ് ഇപ്പുറത്ത് ജീവിക്കുന്നത്. അപ്പം അതുപോലെയുള്ള ഒരു ചേട്ടനെയും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേട്ടനെയും കിട്ടിയതിൽ സന്തോഷം. ഞാനല്ല, വേറെ കമൻറ്റ് വന്നതാ. പിന്നെ ചേട്ടനും ഇതൊക്കെ ഇഷ്ടം. അപ്പുറത്തെ വീട്ടിൽ വെച്ച് ഞാൻ കണിയൊക്കെ വെക്കും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും അതൊന്നും വെക്കാൻ യാതൊരു തടസ്സവും ഇല്ല. ചേട്ടനെല്ലാത്തിനും കൂടും, എന്നേക്കാൾ കൂടുതൽ ചേട്ടനെല്ലാത്തിനും കൂടും. ഇനിയിപ്പോൾ നമ്മുടെ തൊടുപുഴ അമ്പലത്തിൽ ഉത്സവമാണ്. ഓരോ ദിവസം ഓരോ പ്രോഗ്രാം. അതിൽ പ്രോഗ്രാം ചാട്ടൊക്കെ നോക്കിയിട്ട് നല്ല പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ പോണം. ശരിയാ. എനിക്ക് ചെണ്ടമേളം ഉണ്ടെന്ന് തോന്നി. ചേട്ടൻ ചെണ്ടപ്പുറത്ത് കോല വെച്ച് അപ്പം അവിടെ എത്തും. എനിക്ക് ബാൻഡിനേക്കാളും എനിക്ക് ഇഷ്ടം ചെണ്ട. അത് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് മൂത്തടി മൂക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര നല്ല. അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെനിക്ക് വേറെ ഒരു ഇതിനോടും താല്പര്യമില്ല. പിന്നെ വോളിബോളുണ്ട്. കളിക്കുമൊന്നുമില്ല, എന്നാലും എനിക്ക് അതുകൊണ്ട് വലിയ അങ്ങനെ 1-2 ഇതൊന്നോട് താല്പര്യമുണ്ട്. ക്രിക്കറ്റ് ഞാൻ നേരത്തെ കാണുമായിരുന്നു. ആ ഇന്ത്യ ബംഗ്ലാദേശിനോട് തോറ്റു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇമാരോട് കലി വന്നു. ചെറിയ രാജ്യത്ത് പോയി ആ പിള്ളേരോട് തോറ്റുന്നൊന്നും മോശമായി. സൗദി വെച്ചാൽ ആദ്യം ചെറുതായി കാണണ്ട. അന്നേരം ഞാൻ പറഞ്ഞു, അന്നേരം ഞാൻ മരിച്ചു എന്നത് ശരിയല്ല എന്നാണ്. അന്ന് ഇത് വർഷോപ്പും തുറക്കാതിരുന്ന് കളി കണ്ടോണ്ടിരിക്കുക. തോറ്റ് തുന്നം പാടി വന്നിരിക്കുന്നത് ഇതിന്റെ മോൻ. അല്ല, റൂമിൽ തന്നെ ഇരിക്കില്ല, റൂമിൽ തന്നെ. അവ 6-5 പേരുണ്ട് റൂമിൽ നിന്ന് കണ്ടോണ്ട്. സച്ചിനൊക്കെ അല്ലേ? സച്ചിന എത്ര വർഷം മുമ്പാ. ഒന്ന് ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുക. ഉച്ചയ്ക്ക് അല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭക്ഷണം ഉണ്ട് നമ്മളല്ലേ. ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരുന്ന് കളി കണ്ടോണ്ടിരിക്കുക. ഇനി വേറെ എന്തെങ്കിലും കാണും. അന്നേരം കൊണ്ടു ആ പിള്ളേരുടെ അടുത്ത് പോയി തോറ്റും. പിന്നെ ഇത് മേലെ ഈ റൂമിൽ
പിന്നെ എന്നിട്ട് തൊട്ടപ്പുറത്ത് വേറെ സ്റ്റേഷൻ്റെ റൂമിൽ പോകും. അവിടെ പോയി പിന്നെ കളിയാണോ അവന്മാർ. ഞാൻ പറഞ്ഞു ഞാൻ ക്രിക്കറ്റ് ഞാൻ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ ഏതൊക്കെ റൂമിൽ ക്രിക്കറ്റാ കളിക്കണമെങ്കിൽ അപ്പം അവിടെ നിന്ന് പോകും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാട്ടോ പിന്നെ വന്ന് വല്ല കഴിഞ്ഞപ്പോൾ പിന്നെ 2020 ചേട്ടാ തീർത്ത് നാട്ടിൽ വന്നെന്നാ 2013 ഓർ 14 പാസ്പോർട്ട് എടുത്ത് നോക്കി അറിയാം. ലാസ്റ്റ് സീൽ ചെയ്ത് ഈ ഒരു പാസ്പോർട്ട് എടുക്കണം. ഞാൻ പാസ്പോർട്ടിന് ചേട്ടന്റെ പഴയകാല ഫോട്ടോസ് ഒക്കെ കാണണമെങ്കിൽ കമന്റ് ഇടണം കേട്ടോ. ഒത്തിരി ഒന്നുമില്ല, 2-3 ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യില്. ഞാനത് കാണിച്ചു തരാം, അടുത്ത വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. ചേട്ടൻ്റെ തല നിറച്ച് മുടി ഉണ്ടായിരുന്ന സമയം ഒക്കെയുള്ള ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാവേ. പാസ്പോർട്ടിൽ നിന്ന് കിട്ടിയതാ എനിക്ക്, അല്ലാത്ത ഒരു ഫോട്ടോ ഒന്നും ചേട്ടൻ്റെ കയ്യിലില്ല. പാസ്പോർട്ടിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫോട്ടോ ശേഖരിച്ച് വെക്കുന്ന സ്വഭാവം നമുക്കില്ല. ഞാൻ എവിടെ പോയ ഫോട്ടോ എടുത്താൽ തന്നെ ഞാൻ അങ്ങനെ ഒരു ചിലവരുണ്ട് ഇങ്ങനെ ശേഖരിച്ച് അത് നല്ല കാര്യമല്ലേ. എനിക്ക് അതിനോട് താല്പര്യം ഇപ്പം കണ്ടു. ഇപ്പോൾ ചേട്ടൻ്റെ മൂത്ത ചേച്ചി അങ്ങനെ എടുത്ത് വെക്കുന്ന ആളാണ്. ഏറ്റവും മൂത്ത ചേച്ചി സിസ്റ്ററാ. ചേച്ചിക്ക് 3 വയസ്സുള്ളപ്പോൾ ഉള്ള ഫോട്ടോ മുതൽ ഇവരുടെ എല്ലാവരുടെ ആദ്യ കുർബാനയുടെ ഫോട്ടോസൊക്കെ ഉണ്ട്. ഒരു ദിവസം മടത്തി പോകുമ്പോൾ വേണം ചേച്ചിയുടെ ഫോട്ടോ ഒക്കെ പൊക്കാൻ. എന്നിട്ട് ഫോണിൽ എടുക്കണം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങൾ. നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് സ്നേഹവും നന്ദിയുണ്ട്. അപ്പോൾ വീണ്ടും വരുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സ്നേഹം അതിനകത്ത് കമൻ്റായിട്ട് കാണണം, പോരായ്മകൾ പറഞ്ഞു തരണം. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരുവരേക്കും ഡിസൈനിങ് അപ്പ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.